ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഓർ തിൻ ലെൻസ് ഫോർമുല. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് തിൻ ലെൻസ് ഫോർമുല ഓർ ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ലെൻസ് എന്ന് പറയുന്നത് ഒരു ഒപ്റ്റിക്കൽ ഡിവൈസാണ്, നമുക്കറിയാം. ലെൻസിന് രണ്ട് സർഫസ് ഉണ്ടാകും. ഈ രണ്ട് സർഫസിൽ ഏതെങ്കിലും ഒന്നെങ്കിലും സ്പെറിക്കൽ സർഫസ് ആയിരിക്കണം. അങ്ങനെയുള്ള മെറ്റീരിയലിനെ മാത്രമേ നമ്മൾ ലെൻസ് എന്ന് വിളിക്കുള്ളൂ. എ ലെൻസ് ഇസ് എൻ ഒപ്റ്റിക്കൽ ഡിവൈസ് വിച്ച് ഹാസ് ടു സർഫസസ് among which at least one should be a spherical surface. ലെൻസിന് രണ്ട് സർഫസ് ഉണ്ടാകും, അതിൽ മിനിമം ഒരു സർഫസ് എങ്കിലും സ്പെറിക്കൽ സർഫസ് ആയിരിക്കണം. അങ്ങനെയുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലെൻസ് എന്ന് വിളിക്കുന്നത്. ലെൻസിലൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പം റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഫിനോമിന നടക്കും. സോ നമുക്കിവിടെ ലെൻസിൻ്റെ കേസിലുണ്ടാവുന്ന ഒരു ഇക്വേഷനാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്, ലെൻസ് മേക്കേഴ്സ് ഫോർമുല. അതേപോലെ തന്നെ മറ്റൊരു ഇക്വേഷനായ നമ്മളുടെ ലെൻസ് ഫോർമുലയും അഥവാ തിൻ ലെൻസ് ഫോർമുല നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. സോ അതിനുവേണ്ടി നമുക്ക് ആദ്യം ഫിഗറിൽ ഒരു ലെൻസ് കൺസിഡർ ചെയ്യാം. ലെൻസിൻ്റെ രണ്ട് സർഫസാണ് ABC, ADC. ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 ആണ്. ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് N2 ആണ്. ഇത് നമ്മൾ N1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള എയറിലാണ് പ്ലേസ് ചെയ്തത്. N1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള എയറിലാണ് നമ്മളിതിനെ പ്ലേസ് ചെയ്തത്. ഇനി ഒരു ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ്, O എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് വന്നിട്ട് നമ്മളുടെ ലെൻസിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ റിഫ്രാക്ഷൻ, സപ്പോസ് ABC എന്ന് പറയുന്ന ഒരു സർഫസ് മാത്രമാണെങ്കിൽ, ഈ ലെൻസിൻ്റെ ABC എന്ന് പറയുന്ന ഫസ്റ്റ് സർഫസ് മാത്രമാണെങ്കിൽ അതിൻ്റെ റിഫ്രാക്ഷൻ കാരണം ഇമേജ് ഫോം ചെയ്യുക I' എന്ന് പറയുന്ന പോയിന്റിലാണ്. O എന്ന് വരുന്ന ഒബ്ജക്റ്റ് നമ്മളുടെ ലെൻസിൻ്റെ ABC എന്ന് പറയുന്ന സർഫസ് മാത്രമാണെങ്കിൽ അതിൽ വന്ന് തട്ടിയിട്ട് റിഫ്രാക്ഷൻ നടന്നിട്ട് I' ഇമേജ് ഫോം ചെയ്യേണ്ടത്. സോ അവിടെ വരുന്ന നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗോസിയൻ ഫോർമുല. ഈ ഗോസിയൻ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മളവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഗോസിയൻ ഫോർമുലേൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, -n1/u + n2/v = n2 - n1 ഡിവൈഡഡ് ബൈ r ആണ് നമ്മൾ എടുത്തത്. ഇങ്ങനെയുള്ളൊരു ഫിഗറായിരുന്നു നമ്മൾ കൺസിഡർ ചെയ്തത്. ഓക്കെ, നമ്മൾ ABC എന്ന് പറഞ്ഞതുപോലുള്ളൊരു സർഫസാണ്. അതിൻ്റെ ഔട്ട്സൈഡ് ലെഫ്റ്റ് സൈഡിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 ആണ്. ലെൻസിൻ്റെ മീഡിയം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ളൊരു ഇക്വേഷൻ്റെ കേസിൽ നമുക്ക് കിട്ടിയ ഗോസിയൻ ഫോർമുല എന്ന് പറയുന്നത് യൂസിങ് സൈൻ കൺവെൻഷൻ -n1/u + n2/v = n2 - n1 ഡിവൈഡഡ് ബൈ r ആണ്. സോ ഇതേ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഇപ്പം ഇവിടെയും കിട്ടുക. ആകെ വ്യത്യാസം ഉണ്ടാവുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേഡിയസ് ഓഫ് കർവേച്ചർ R-ന് പകരം നമ്മൾ R1 ആയിരിക്കും, വിക്ക് പകരം ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് V' ആയിരിക്കും. കാരണം I'-ലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മളിവിടെ ഫിഗറിൽ V' ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, V' ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ABC എന്ന് പറയുന്ന സർഫസിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ R1 ആണ്. സോ നമ്മളുടെ ഇക്വേഷൻ ഇങ്ങനെയാണ് വരിക, -n1/u + n2/v' = n2 - n1 ഡിവൈഡഡ് ബൈ r1. ഇക്വേഷൻ നമ്പർ 1. ഇങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ കിട്ടുന്നത്. ഓർത്ത് വെക്കണം, നമ്മൾ തൊട്ട് മേലെ പറഞ്ഞ ഗോസിയൻ ഫോർമുലയിൽ നമ്മളുടെ ഗോസിയൻ ഫോർമുല എന്ന് പറയുന്ന നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് എത്തുന്നത്. അക്കോർഡിംഗ് ടു ഗോസിയൻ ഫോർമുല -n1 ഡിവൈഡഡ് ബൈ u + n2/v = n2 - n1 ഡിവൈഡഡ് ബൈ r ആണ്. സോ V ഉള്ളത് V', R ഉള്ളത് R1 ആകും. അങ്ങനെയാണ് നമ്മളുടെ ഈ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇനി ഇവിടെ ലെൻസ് ആയതിനെ കൊണ്ട് ലെൻസിന് രണ്ട് സർഫസ് ഉണ്ട്. ADC ആണ് അടുത്ത സർഫസ്. സോ ആദ്യം N1 എന്ന് പറയുന്ന മീഡിയത്തിൽ നിന്ന് N2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സിലെ ലെൻസിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യുന്ന സമയത്തുള്ള ഇക്വേഷനാണ് നമ്മളുടെ ഇക്വേഷൻ നമ്പർ 1. ഇനി N2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഗ്ലാസ്സിൽ നിന്ന് N1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സിലെ എയറിലേക്ക് ലൈറ്റ് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ സർഫസിൽ റിഫ്രാക്ഷൻ നടക്കുന്നതിനെ കൊണ്ട് I' കിട്ടുന്ന ഇമേജ് പകരം Iയിൽ വന്നിട്ടാണ് നമുക്ക് കിട്ടുന്നത്. Iയിൽ വന്നിട്ട് കൺവേർട്ട് ചെയ്യും. സോ അതിലേക്കുള്ള ഡിസ്റ്റൻസ് V ആണ്. ഓക്കെ, സോ അങ്ങനെയുള്ളൊരു കേസിൽ നമ്മളുടെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ഡ്യൂ ടു റിഫ്രാക്ഷൻ ത്രൂ സെക്കൻഡ് സർഫസ് ADC നമ്മളുടെ ഇക്വേഷൻ എന്ത് വരും? -n2/v' + n1/v = n1 - n2 ഡിവൈഡഡ് ബൈ r2. അതാണ് നമ്മളുടെ ഇക്വേഷൻ വരിക. അതായത് നമ്മൾ തൊട്ട് മേലെ ചെയ്ത ഇക്വേഷൻ 1ൽ N1ഉം N2ഉം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുക. കാരണം നമ്മൾ ആദ്യം പറഞ്ഞ ABCയിൽ N1 നിന്ന് N2ലേക്കാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. ഇവിടെ നേരെ തിരിച്ചാണ്, N2 എന്ന് പറയുന്ന മീഡിയത്തിൽ നിന്ന് N1ലേക്കാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. സോ നമ്മളുടെ ഇക്വേഷൻ നമ്പർ 1 നിന്ന് 2ലേക്ക് മാറ്റി എഴുതുമ്പം N1ഉം N2ഉം ഫുൾ ഇൻ്റർചേഞ്ച് ചെയ്യും.
അതേപോലെ റേഡിയസ് ഓഫ് കർവേച്ചർ ADCൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ലെഫ്റ്റ് സൈഡിലാണ് വരിക. സോ ഇറ്റ് വിൽ ബി R2. സോ ഇവിടെ R1 പകരം നമ്മളിവിടെ ഇക്വേഷൻ 2 കൊടുക്കുമ്പോൾ R2 കൊടുക്കും. ഇനി നമ്മളുടെ U എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആയിരുന്നു ഫസ്റ്റ് ഇക്വേഷനിൽ. രണ്ടാമത്തെ ഇക്വേഷനിൽ അതിന് പകരം V' ആണ്. കാരണം ഫസ്റ്റ് സർഫസിൽ നിന്ന് റിഫ്രാക്റ്റ് ചെയ്ത് വരുന്ന ലൈറ്റാണ് രണ്ടാമത്തെ സർഫസിൽ പോയി സ്ട്രൈക്ക് ചെയ്യുന്നത്. സോ അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ് എന്ത് V' എന്ന് പറയുന്നത്. സോ യുവിന് പകരം നമ്മൾ V' എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി ഫൈനൽ ഇമേജ് കിട്ടുന്ന ഐയിലാണ്, അവിടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് V. സോ അങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2 ഫോം ചെയ്യുന്നത്. -N2/V' പ്ലസ് N1/V ഈക്വൽ ടു N1 മൈനസ് N2 ഡിവൈഡഡ് ബൈ R2. ഇതാണ് നമ്മളുടെ സെക്കൻഡ് ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയുന്നത്. ഇനി ഇപ്പം കിട്ടിയ രണ്ട് ഇക്വേഷൻ നമുക്ക് പ്ലസ് ചെയ്യാം. ഇങ്ങനെ പ്ലസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ -N2V' ആണ്, ഇവിടെ +N2V' ആണ്. അപ്പം LHS പ്ലസ് ചെയ്യുമ്പം N2/V' എന്ന് പറഞ്ഞ ടേം കട്ടായി പോകും. ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവാണ്. പിന്നെ ബാക്കിയുള്ള ടേം ഒന്ന് -N1/U ആണ് ലെഫ്റ്റ് സൈഡിൽ. അതേപോലെ തന്നെ N1/V അത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ അതുപോലെ എഴുതി. ഇനി റൈറ്റ് സൈഡ് നമ്മളിവിടെ രണ്ട് ടേംസ് കാണാൻ പറ്റും. ഈ രണ്ട് ടേമും കൂടി നമ്മൾ പ്ലസ് ചെയ്യാണ്. ആദ്യം ഫസ്റ്റ് ടേം എഴുതി, പിന്നെ രണ്ടാമത്തെ ടേമും എഴുതി. അതായത് N2 മൈനസ് N1 ഡിവൈഡ് ബൈ R1 പ്ലസ് N1 മൈനസ് N2 ഡിവൈഡഡ് ബൈ R2. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ N1 കോമൺ ആണ്, പുറത്തേക്ക് എടുക്കാം. ബാക്കി -1/U പ്ലസ് 1/V ആണ്, ബ്രാക്കറ്റിൽ കൊടുക്കാം. ഈക്വൽ ടു അതേപോലെ തന്നെ ഇവിടെയും N2 മൈനസ് N1 രണ്ടിലും ഉണ്ട്. ഓക്കെ, നമുക്ക് കോമൺ ആയിട്ട് N2 മൈനസ് N1 എടുക്കാം. ബാക്കി ഇവിടെ 1/R1 വരും. ഇവിടെ ആക്ച്വലി N1 മൈനസ് N2 ആണ്. അപ്പോൾ ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടി മൈനസ് സൈൻ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് കൊടുക്കും. സോ N2 മൈനസ് N1 ഇൻറ്റു 1/R1 മൈനസ് 1/R2 എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി ഈ N1നെ നമുക്ക് RHSലേക്ക് കൊണ്ടുപോകാം. സോ -1/U പ്ലസ് 1/V ഈക്വൽ ടു N2 മൈനസ് N1 ഡിവൈഡഡ് ബൈ N1 എന്ന് കിട്ടും. ഇൻറ്റു 1/R1 മൈനസ് 1/R2. നമുക്ക് റീഅറേഞ്ച് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി ഇക്വേഷൻ. ഇനി N1 എന്ന് പറയുന്നത് എയർ ആണ്. സോ നമുക്ക് N1നെ 1 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാരണം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ഇസ് 1.0003 ആണ്. ഓൾമോസ്റ്റ് 1 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഇക്വേഷനിൽ N1ൻ്റെ വാല്യൂ 1 കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? -1/U പ്ലസ് 1/V ഈക്വൽ ടു N2 മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 ഉണ്ട്, നമുക്കത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇൻറ്റു 1/R1 മൈനസ് 1/R2. ഇതാണ് നമ്മളുടെ തേർഡ് ഇക്വേഷൻ. ഇനി ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാണ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് റേ ഡയഗ്രത്തിൻ്റെ കേസിൽ. ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇമേജ് ഫോം ചെയ്യുക ഫോക്കസിലാണ്. ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇമേജ് ഫോക്കസിലാണ് ഫോം ചെയ്യുക. സോ U ഇൻഫിനിറ്റിയും VF നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്ക് എന്ത് വരും? -1/∞ പ്ലസ് 1/F എന്ന് കൊടുക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു N2 മൈനസ് 1 ഇൻറ്റു 1/R1 മൈനസ് 1/R2 ആണ്. 1/∞ 0 ആണ്. സോ നമുക്ക് ബാക്കി 1/F ഈക്വൽ ടു N2 മൈനസ് 1 ഇൻറ്റു 1/R1 മൈനസ് 1/R2 എന്ന് കൊടുക്കാം. സോ നമുക്ക് ഇക്വേഷൻ നമ്പർ 4 കിട്ടി. ഈ ഇക്വേഷനെയാണ് നമ്മൾ ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് വിളിക്കുന്നത്. ഒരു ലെൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷനാണ് ഇത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് വിളിക്കുന്നത്. ഒരു ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്തും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും രണ്ട് സർഫസിൻ്റെയും റേഡിയസ് ഓഫ് കർവേച്ചറും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനാണ് എന്ത്? ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എൻ എക്സ്പ്രഷൻ showing relation between focal length, radius of curvature and refractive index of a lens. ഇനി നമുക്കിപ്പം കിട്ടിയ തേർഡ് ഇക്വേഷനും ഫോർത്ത് ഇക്വേഷനും കൂടി നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ട് ഇക്വേഷൻ്റെ റൈറ്റ് സൈഡ് സെയിം ആണ്. സോ രണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡ് നമുക്ക് ഇതേപോലെ എഴുതാൻ സാധിക്കും. അങ്ങനെ ലെഫ്റ്റ് സൈഡ് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1/F ഈക്വൽ ടു -1/U പ്ലസ് 1/V കിട്ടും. 1/F ഈക്വൽ ടു -1/U പ്ലസ് 1/V എന്ന് കിട്ടും. രണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇതാണ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച ലെൻസ് ഫോർമുല അഥവാ തിൻ ലെൻസ് ഫോർമുല. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് എ മാത്തമാറ്റിക്കൽ റിലേഷൻ ഷോയിങ് റിലേഷൻ ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് U, ഇമേജ് ഡിസ്റ്റൻസ് V ആൻഡ് ഫോക്കൽ ലെങ്ത് ഓഫ് ദി ലെൻസ് F. ഒരു ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്തും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ റിലേഷനാണ് എന്ത്? ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു പ്രോബ്ലമാണ്. ഡബിൾ കോൺവെക്സ് ലെൻസസ് ആർ ടു ബി മാനുഫാക്ചർഡ് ഫ്രം എ ഗ്ലാസ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.55 വിത്ത് ബോത്ത് ഫേസസ് ഓഫ് ദി സെയിം റേഡിയസ് ഓഫ് കർവേച്ചർ.
What is the radius of curvature required if the focal length is to be 20 cm? ഒരു ഡബിൾ കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് 20 സെൻറ്റിമീറ്റർ ആണ്. രണ്ട് റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെയും വാല്യൂ സെയിം ആണ്. ആ മെറ്റീരിയലിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.55 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ വാല്യൂ ആണ്. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വന്നിട്ടുണ്ട് 1.55 ആണ്. അതേപോലെ തന്നെ ഫോക്കൽ ലെങ്ത് 20 സെൻറ്റിമീറ്റർ ആണ്. റേഡിയസ് ഓഫ് കർവേച്ചർ നമുക്ക് R1 R2 ആക്കി എടുക്കാം. രണ്ടിൻ്റെ വാല്യൂ സെയിം ആണ്, നമുക്ക് R ആയിട്ട് എടുക്കാം. സോ സൈൻ കൺവെൻഷൻ പ്രകാരം R1 എന്ന് പറയുന്നത് പോസിറ്റീവും R2 എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടും എടുക്കാം. റൈറ്റിലുള്ളത് പോസിറ്റീവ്, ലെഫ്റ്റിലുള്ള നെഗറ്റീവ്. സോ നമ്മളുടെ ലെൻസ് മേക്കേഴ്സ് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/f ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് mu - 1 ഇൻറ്റു 1/R1 - 1/R2. ഫോക്കൽ ലെങ്ത് 20 ആണ്. സോ 1/20 ഈക്വൽ ടു 1.55 മൈനസ് ഇൻറ്റു 1/R പ്ലസ് 1/R. കാരണം രണ്ട് റേഡിയസ് ഓഫ് കർവേച്ചറും സെയിം ആണ്. അതിൽ R2 നെഗറ്റീവാണ്. സോ ആ രണ്ട് നെഗറ്റീവും കൂടി പോസിറ്റീവ് ആയതാണ്. ഓക്കെ, R2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -R ആണ്. ആ മൈനസും കൂടി പ്ലസ് ആയിട്ടാണ് ഇവിടെ ലാസ്റ്റ് ഒരു 1/R കൂടി വന്നത്. സോ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 1/R പ്ലസ് 1/R എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു 1/20 ഈക്വൽ ടു 0.55 ഇൻറ്റു 2/R. അത് നമുക്ക് റീഅറേഞ്ച് ചെയ്ത് ആറിന് ഒരു സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കും? R ഈക്വൽ ടു 0.55 ഇൻറ്റു 2 ഇൻറ്റു 20 വരും. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 22 സെൻറ്റിമീറ്റർ കിട്ടും. സോ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദി ഡബിൾ കോൺവെക്സ് ലെൻസ് വിൽ ബി 22 സെൻറ്റിമീറ്റർ. R1 will be positive 22 centimeter and R2 will be minus 22 centimeter. Second problem. A concave lens of focal length 15 centimeter forms an image 10 centimeter from the lens. How far is the object placed from the lens? Draw the ray diagram. ഒരു കോൺകേവ് ലെൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഫോക്കൽ ലെങ്ത് 15 സെൻറ്റിമീറ്റർ ആണ്. 10 സെൻറ്റിമീറ്റർ ദൂരെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒബ്ജക്റ്റ് പൊസിഷനാണ്. യു കണ്ടുപിടിക്കണം. എന്നിട്ട് ഇതിൻ്റെ റേ ഡയഗ്രം വരയ്ക്കണം. ഓക്കെ, കോൺകേവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് നെഗറ്റീവാണ്, ഓൾവേസ് നെഗറ്റീവാണ്. സോ എഫ് ഈക്വൽ ടു -15 സെൻറ്റിമീറ്റർ. ഇമേജ് ഫോംഡ് ബൈ എ കോൺകേവ് ലെൻസ് ഈസ് ഓൾവേസ് അറ്റ് ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ലെൻസ്. ഓക്കെ, സോ വി ഈക്വൽ ടു -10 സെൻറ്റിമീറ്റർ. അക്കോർഡിംഗ് ടു അവർ മിറർ ഫോർമുല 1/f ഈക്വൽ ടു -1/u പ്ലസ് 1/v, അല്ലെങ്കിൽ 1/v മൈനസ് 1/u ഈക്വൽ ടു 1/f ആണ്. അത് നമുക്ക് റീഅറേഞ്ച് ചെയ്ത് 1/uൻ്റെ ടേമിൽ എഴുതുമ്പോൾ 1/u ഈക്വൽ ടു 1/v മൈനസ് 1/f വരും. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/-10 വരും വിൻ്റെ വാല്യൂ, അല്ലെങ്കിൽ നമുക്ക് -1/10 എന്ന് എഴുതാം. -1/-15, അത് -1/10 പ്ലസ് 1/15 ആയി മാറും. നമ്മളത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ -5/150 വരും. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1/u ഈക്വൽ ടു 1/-30 സെൻറ്റിമീറ്റർ കിട്ടും, അല്ലെങ്കിൽ u ഈക്വൽ ടു -30 സെൻറ്റിമീറ്റർ. u -30 വരുമ്പോൾ നെഗറ്റീവിൻ്റെ അർത്ഥം ലെഫ്റ്റ് സൈഡിലായിരിക്കും നമ്മളുടെ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റി. ഇനി ഇത് നമ്മൾ റേ ഡയഗ്രമായി വരയ്ക്കുമ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്നത് പോലെയാണ് വരയ്ക്കുക. നമ്മളുടെ ഫോക്കൽ ലെങ്ത് 15 സെൻറ്റിമീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. നമ്മളുടെ u എന്ന് പറഞ്ഞാൽ 30. സോ നമ്മളുടെ 2f1-ലായിരിക്കണം ഒബ്ജക്റ്റ് വെക്കേണ്ടത്. ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് 15. അതിൻ്റെ ഡബിൾ ആയിരിക്കണം എന്ത്, ഇമേജ് വെക്കേണ്ട പൊസിഷൻ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ 2f1-ൽ. നമുക്ക് ഇമേജ് ഒപ്റ്റിക് സെൻറ്ററിൻ്റെയും ഫോക്കസിൻ്റെ ഉള്ളിൽ ഒബ്റ്റെയിൻ ചെയ്യും.